നമസ്കാരം. ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണവും ഇറാന്റെ പ്രത്യാക്രമണവും പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധാന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അമേരിക്കയുമായുള്ള ഇറാന്റെ ആണവ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ആണവായുധ നിർമ്മാണത്തിന്റെ പേരിലുള്ള ഇസ്രയേൽ ആക്രമണം. പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേൽ വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രബല ശക്തിയായ ഇറാനുമേൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ന്യായീകരിക്കപ്പെടുന്നതാണോ? ഇസ്രായേലിന്റെ രക്ഷകനാകുന്ന അമേരിക്ക പശ്ചിമേഷ്യ യുദ്ധക്കളമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലോകത്തിന്റെ ആശങ്കയായി മാറുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ ഭാവി ഫലം എന്താകും എന്ന് പരിശോധിക്കുന്നു ഇന്ന് എൻകൗണ്ടർ. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടറിൽ ഇന്ന് നമ്മുടെ അതിഥികൾ റിട്ടയേർഡ് കേണൽ ശ്രീ എസ് ഡിന്നി, പ്രതിരോധ വിദഗ്ധൻ, ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, ചരിത്രകാരൻ ശ്രീ എം ഷിനാസ്, ഒപ്പം തന്നെ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസെന്റ്. ഇവരാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപേ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പി ജെയിംസ്, ഇത് യുദ്ധസമാനമായ ഒരു സാഹചര്യമായിരിക്കുന്നു. പരസ്പരം വിട്ടുകൊടുക്കാതെയുള്ള ആക്രമണത്തിലേക്ക് ഇറാനും ഇസ്രായേലും കടന്നിരിക്കുകയാണ്. ഈ ആക്രമണത്തിന് ഇസ്രായേൽ പറയുന്ന കാരണം ഇറാന്റെ അണ്വായുധ നിർമ്മാണ നീക്കമാണ്. വളരെ ആസൂത്രിതമായി മാസങ്ങളെടുത്തുള്ള കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇറാൻ അമേരിക്ക ആണവ ചർച്ച നടക്കുന്നതിനിടെ ഇങ്ങനെയൊരു ആക്രമണം നടത്തുന്നതിലൂടെ ഇസ്രായേൽ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ലക്ഷ്യമിടുന്നത് എന്താണ്? ഇതിനു മുൻപും ഇറാന് നേരെ നിഴൽ യുദ്ധം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. പക്ഷേ ഇപ്പോൾ നേരിട്ട് പരസ്യമായി പകൽ വെളിച്ചത്തിൽ ഒരു ആക്രമണം നടത്തുന്നത് കൊണ്ട് എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്? എന്ത് ഫലമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? ഗോപികൃഷ്ണൻ, ഇസ്രായേൽ ഇറാൻ യുദ്ധം അതിൻ്റെ എന്താ പറയുക, ഒരു വലിയ പാരമ്യത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻഡ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ വളരെ ആസൂത്രണത്തോടെ ചെറിയ ഒരു അറ്റാക്കാണ്. അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളിത് ചെയ്യും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വളരെ കാലമായിട്ട് പറയുന്നുണ്ട്. അത് രണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ ഗോപികൃഷ്ണൻ ചോദിച്ച പോലെ ഇതിന് ഒരേ സമയം തന്നെ അന്താരാഷ്ട്ര തലത്തിലും ഇസ്രായേലിൻ്റെ അവിടുത്തെ ഒരു ശാക്തിക ചേരികളുടെ കാര്യത്തിലൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഇതിലെ ഏറ്റവും വലിയ ആരോപണം വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പേഴ്സണൽ അജണ്ട കൂടിയുണ്ട്. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തായാൽ സുപ്രീം കോടതിയിൽ കറപ്ഷൻ കേസ് അടക്കം ഒരുപാട് പ്രശ്നമുണ്ട്. ആ തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ആണവായുധം ഉണ്ടായാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ള തിയറിയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, എല്ലാ കാലത്തും ഇറാൻ ഇസ്രായേലിന് വലിയ ശത്രുവായി നിൽക്കുന്നു. പ്രത്യേകിച്ച് 1979 ശേഷം ഗോപികൃഷ്ണൻ അറിയാവുന്ന പോലെ ഇസ്ലാമിക ഭരണകൂടം അവിടെ വന്നതിന് ശേഷമാണ് ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ വലിയ ശത്രുക്കളായത്. അതിനു മുമ്പ് ഷായുടെ ഭരണകാലത്ത് ഇവർ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഭരണമാറ്റം കൂടി ഉദ്ദേശിക്കുന്നു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ അതിൻ്റെ സൂചനകൾ വ്യക്തമായിട്ട് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്കെതിരെയല്ല യുദ്ധം, ഈ യുദ്ധം അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വതന്ത്രമാവാനുള്ള വഴി ഞങ്ങൾ ഒരുക്കുകയാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിലൊരുപാട് പൊളിറ്റിക്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അമേരിക്ക വേണം ഇറാനെതിരെ അടിക്കാൻ, പക്ഷെ അമേരിക്ക വരുന്നില്ല. അമേരിക്കനെ എങ്ങനെയെങ്കിലും വലിച്ചഴയ്ക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിൻ്റെ ഭരണകൂടവും ശ്രമിക്കുന്നത്. ഇതുവരെ ഈ ആക്രമണത്തിന് അനുകൂലമല്ലാതിരുന്ന ട്രംപും അമേരിക്കൻ ഭരണകൂടവും രംഗത്ത് വരേണ്ട അവസ്ഥ വന്നു. ഇസ്രായേലിനെതിരെ ഇറാൻ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചപ്പോൾ അത് കൗണ്ടർ ചെയ്യാനും തടയാനും അമേരിക്കയുടെ ഇന്റർസെപ്റ്റിംഗ് സിസ്റ്റംസ്, അതുപോലെ തന്നെ അറബിക്കടലിൽ കിടക്കുന്ന വിമാനവാഹിനി യുദ്ധക്കപ്പലൊക്കെ തയ്യാറായി എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്ക പതുക്കെ അതിലേക്ക് രംഗത്ത് വന്നിരിക്കുന്നു. ട്രംപിൻ്റെ സ്വരമാറ്റം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. മറുപക്ഷത്ത് റഷ്യയും ചൈനയൊക്കെ മൗനം പാലിക്കുകയാണ്. പക്ഷേ റഷ്യക്കൊന്നും അങ്ങനെ മാറാനും പറ്റില്ല. പ്രത്യേകിച്ച് ഷഹദ് ഡ്രോൺസ് യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും അധികം നൽകിയത് ഇറാനാണ്. ഇറാനുമായിട്ട് വലിയ ബന്ധമുണ്ട് പുടിനും റഷ്യൻ ഭരണകൂടത്തിനും. അതുകൊണ്ട് ഇതൊരു വേറൊരു തലത്തിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക കൂടി പടരുന്നുണ്ട് ഗോപീഷൻ. പി ജെയിംസ്, ഇപ്പോൾ നമ്മൾ അല്പം മുൻപ് കേട്ട വാർത്തയാണ് ഈ ആക്രമണത്തെ IAEA അപലപിക്കുന്നുണ്ട്. ഇത് അണ്വായുധ നിർമ്മാണം എന്ന കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ ആക്രമണത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം,
സുന്നികളായ അറബ് രാജ്യങ്ങൾക്കിടയിലെ ഏക ഷിയ രാജ്യമാണ് ഇറാൻ. മാത്രമല്ല ഇറാന്റെ അവിടുത്തെ പ്രസക്തി എന്ന് പറയുന്നത് പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു 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 ശക്തമായ രാഷ്ട്രം എന്ന നിലയിലാണ് ഇറാൻ അവിടെ നിലകൊള്ളുന്നത്. മാത്രമല്ല ഇറാൻ പല നിലയ്ക്കും, അതായത് സിറിയയിൽ ഹൂതികളെ ഉപയോഗിച്ച്, ലെബനനിൽ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച്, ഗസയിൽ ഹമാസിനെ ഉപയോഗിച്ചുമൊക്കെ അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇറാനാണ് എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇറാനെ ആക്രമിക്കുന്നതിന് അമേരിക്കയുടെ പിന്തുണ അന്വേഷിക്കുന്ന, അത് ആഗ്രഹിക്കുന്ന ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് പരസ്യമായ ഒരു പിന്തുണ നൽകി രംഗത്ത് വരാൻ കഴിയുമോ? കാരണം ഈ കാര്യത്തിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം പരസ്പര വിരുദ്ധമായിരുന്നു. ആദ്യം തള്ളിപ്പറയുന്നു, പിന്നെ പിന്തുണയ്ക്കുക അത് ശരിയായി എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടെടുക്കുന്നതിൽ അമേരിക്കയ്ക്ക് പ്രയാസങ്ങളുണ്ടോ? അറബ് രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? പ്രത്യേകിച്ച് സൗദി അറേബ്യയൊക്കെ ഏത് നിലപാടിൽ നിൽക്കും? ഗോപികൃഷ്ണൻ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ ഈ ഇറാനും ഇസ്രായേലും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൗദി അറേബ്യ, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ മൗനം പാലിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേലിനെ പോലെ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്ന രാഷ്ട്രങ്ങളാണ് സൗദി അറേബ്യയും UAEയും. കാരണം ഇറാൻ അവിടെ ആണവ രാഷ്ട്രമായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, സുഡാൻ തുടങ്ങിയിട്ടുള്ള അറബ് രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കാനും പറ്റില്ല, എന്നാൽ ഇറാനെ സ്വീകരിക്കാനും പറ്റില്ല എന്നുള്ള തരത്തിലാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് ഇസ്രായേൽ കയറി ഇറാനെ അടിക്കുന്നതിൽ ഉള്ളിലെങ്കിലും ആ ഭരണകൂടങ്ങൾ, അവിടുത്തെ ജനത എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ തരത്തിൽ ഒരു മൗനം അവിടെയുണ്ട്. അതൊരു ബോധപൂർവമുള്ള മൗനമാണ്. പ്രത്യേകിച്ച് ഗോപി, ഒരു കാര്യം നമ്മൾ അറിയുക, ഗസയിൽ കയറി ഹമാസ് അറ്റാക്ക് നടത്താൻ ഒരു കാരണമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ അബ്രഹാം കരാർ അനുസരിച്ച് ഒപ്പിടാൻ പോകുന്നു എന്നുള്ള ഒരു നീക്കം നടന്നപ്പോഴാണ് ഇറാന്റെ പിന്തുണയോടെ ഹമാസ് കയറി ഇസ്രായേലിൽ ആക്രമണം നടത്തിയതും 1200 പേരെ വധിച്ചതും 250 പേരെ ഹോസ്റ്റേജസ് ആയിട്ട് ബന്ദികളാക്കി കൊണ്ടുപോയതും എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ അത്ര പെട്ടെന്നൊരു അറ്റാക്ക് നടത്തേണ്ട ആവശ്യം ഹമാസിനില്ലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 55,000 പേര് ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ പേര് സ്ത്രീകളും കുട്ടികളും അടക്കം. ലെബനനിൽ ഹെസ്ബുള്ളയെയും യമനിൽ ഹൂതികളെയും, ഇത് മൂന്നും ഇറാന്റെ എക്സ്റ്റൻഡഡ് ആംസ് ആണ്. ആ മൂന്ന് പ്രസ്ഥാനങ്ങളെയും ഒരു പരിധിവരെ ഇസ്രായേൽ അടിച്ചമർത്തുകയോ അവരെ തകർക്കുകയോ ചെയ്തിരിക്കണം. ഹെസ്ബുള്ളയെ പേജർ ബോംബുകൾ വെച്ച് തകർത്തു, ഹൂതികളെ ബോംബാക്രമണത്തിലൂടെ ഏതാണ്ട് തളർത്തി, ഹമാസിനെ കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ ഗസയിൽ വല്ലാതെ തകർത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയത്തിൽ പ്രാധാന്യമായിട്ടുള്ളതായിട്ട് മാറുകയാണ്. ഒപ്പം തന്നെ ഗോപി ചോദിച്ച അമേരിക്കയുടേത്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിൻ്റെ താല്പര്യം ട്രംപിന് ഇല്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇറാനെ വിരട്ടി കൂടെ കൊണ്ടുവന്ന് ആണവ കരാറിൽ ഒപ്പിടിക്കുക, അതിനപ്പുറത്തേക്ക് ട്രംപ് കണ്ടതായിട്ട് പറയുന്നില്ല. അവസാന നിമിഷവും ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞത് ഞങ്ങൾ ഒപ്പിടാൻ പോവുകയാണ്, ആക്രമിക്കരുതെന്നാണ്. പക്ഷേ ഇസ്രായേൽ അതിന് കേട്ടില്ലെന്ന് മാത്രമല്ല, അവർ മെറ്റിക്കുലസിൽ പ്ലാൻ ചെയ്ത്, ഗോപി ഒരു വളരെ ഇതായിട്ടുള്ള ഒരു പക്ഷേ ചർച്ചയിൽ ഉയർന്നു വരാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടെഹ്റാന്റെ മൂക്കിന് കീഴെ പോയിട്ട് ഭൂഗർഭ അറ തീർത്ത് അവിടെ നിന്ന് ഡ്രോണുകൾ ഒളിച്ചു കടത്തി അവിടെ ശേഖരിച്ച് കറക്റ്റായിട്ട് സൈനിക തലവന്മാരെ കൊലപ്പെടുത്താൻ, ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്താൻ, അവിടെ ആണവ കേന്ദ്രങ്ങളിൽ പോയി തീ വിതറി ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ഉള്ളിൽ ഇറാന്റെ ഭരണകൂടത്തെ എതിർക്കുന്നവരെ ഒരുപക്ഷെ മൊസാദിലെ ഏജന്റുമാർ പിടികൂടിയിരിക്കുന്നു, വലിയൊരു ശൃംഖല സൃഷ്ടിച്ചിരിക്കുന്നു. ഇറാന്റെ ഏത് കക്ഷിയെയും അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അടക്കമുള്ളവർ മറ്റു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ഇസ്രായേലിന്റെ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊസാദിന് ഇറാനിലെത്തി അവരുടെ മൂക്കിന് താഴെ, ആ ഭരണകൂടത്തിന് മൂക്കിന് താഴെ നിന്നുകൊണ്ട് അവിടെ ഒരു ഡ്രോൺ ബേസ് സ്ഥാപിച്ച് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്ത് നടത്തിയിട്ടുള്ള ഈ ആക്രമണ പദ്ധതി, ഇത് പ്രാചീന ഗ്രീക്ക് കാലത്തെ ട്രോജൻ തന്ത്രമാണ് എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അത്രയും വലിയ പ്രിസിഷനോട് കൂടിയായിട്ടാണ് ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മൾ അതിഥികളിലേക്ക് പോകുന്നു. റിട്ടയർഡ് കേണൽ എസ് ഡിന്നി, അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ എം ഷിനാസ് ചരിത്രകാരൻ, ഡോക്ടർ PJ വിൻസെന്റ് വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ളത്. റിട്ടയർഡ് കേണൽ എസ് ഡിന്നി, ഈ ആക്രമണത്തിന്റെ സ്വഭാവം ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 60 പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ വടക്കൻ ടെഹ്റാനിലെ ഷംറാൻ കെട്ടിടത്തിന് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ 60-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വരുന്നു.
ഇറാനിലെ വ്യോമതാവളങ്ങൾ, അതേപോലെ സൈനിക ആസ്ഥാനം, അതിനൊപ്പം ആണവ കേന്ദ്രങ്ങൾ, ഇത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം അതിൽ സാധാരണക്കാരായ സിവിലിയന്മാർ കൊല്ലപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. അതിശക്തമായ രീതിയിൽ, അതായത് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഖൊമേനി പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിലും ആൾനാശം ഉണ്ടാകുന്നു. ഈ യുദ്ധം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ആക്രമണ രീതികൾ പരിശോധിക്കുമ്പോൾ ഇതൊരു സമ്പൂർണ്ണമായ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ? ശ്രീ ഗോപി, ഇപ്പം ഈ ഒരു യുദ്ധം പോലുള്ളൊരു സാഹചര്യം ഏകദേശം ഒരു 36 തൊട്ട് 48 മണിക്കൂറായി വരുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് എങ്ങോട്ട് പോകും എന്ന് പറയാനുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ഇത് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം എന്നുള്ളൊരു സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഒന്നാമത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവര് ഇതിനെ ഒരു അവസരമാക്കി കണ്ട്, അതായത് നമുക്കറിയാം എപ്പോഴും ഇറാൻ അവരെ സംബന്ധിച്ചോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ആണ്. അവരുടെ നിലനിൽപ്പിന് തന്നെ എപ്പോഴും ഒരു ഭീഷണിയാണ് ഇറാൻ വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ എന്നുള്ള രാജ്യം അവിടെ പാടില്ല എന്നുള്ള രീതിയിലേക്ക് പല പ്രാവശ്യം 1979 ശേഷം പലപ്പോഴും അങ്ങനത്തെ നിലപാടെടുക്കുകയും പ്രോക്സീസിലൂടെ ഹമാസ്, ഹെസ്ബുല്ല, ഹുത്തീസിന്റെ ഒക്കെ കൂടെ വെച്ച് ഇസ്രായേലിനെ പല രീതിയിലുള്ള അറ്റാക്സ് നടത്തുന്നത് നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ചും ഇതൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ കാരണം, ഒന്ന് ഇറാനിന്റെ ന്യൂക്ലിയർ കാപ്പബിലിറ്റി അവര് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് അവർ അതിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് നമ്മളെല്ലാം വായിച്ചതാണ് 408 kg ഓഫ് യുറേനിയം അതിന്റെ പ്രോസസ് എൻറിച്ച്മെന്റ് ചെയ്ത് യുറേനിയം 235ലേക്ക് അത് എൻറിച്ച് ചെയ്ത് ഏകദേശം 60% ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 85% ആക്കി കഴിഞ്ഞാൽ ഇത്രയും 408 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 5 തൊട്ട് 10 ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏകദേശം ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് കിട്ടും എന്നുള്ള രീതിയിലേക്ക് മാറി. അതിന്റെ തന്നെ 20 വർഷത്തിന് ശേഷമാണ് IAEA തന്നെ, അതായത് ഇറാൻ ഈ നോൺ പ്രൊലിഫറേഷനുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ടും ഒരു 2-3 ആഴ്ച മുമ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ പറഞ്ഞു വന്നത്, ഇറാനെ സംബന്ധിച്ചോളം ഒരു ന്യൂക്ലിയർ ബോംബ് കിട്ടുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അത് വലിയൊരു ഭീഷണിയായിരിക്കും. കാരണം ഇറാന്റെ കയ്യിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽസും ഏകദേശം 2000-ഓളം ഉണ്ട്. അത് കൂടാതെ എല്ലാ മാസവും 50-ഓളം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷിയുമുണ്ട്. ഇതുപോലത്തെ ബാലിസ്റ്റിക് മിസൈൽസ് ഇസ്രായേലിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇന്നലെയും കണ്ടതാണ്, ചില മിസൈൽസ് ചിലപ്പം ഈ അയൺ ഡോമും മറ്റ് സിസ്റ്റത്തിലൊക്കെ ഭേദിച്ച് അത് അകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അതിനകത്തൊരു ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരവർ ഇല്ലാതാവും എന്നുള്ളൊരു ഭീഷണി തന്നെയാണ് അവർ. അപ്പൊ അവർ നോക്കുന്നത് ഈ ഒരു അവസരം. നമുക്ക് നോക്കൂ, ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞത് 60 ദിവസമാണ് ഞാൻ ഇറാനിന് ഒരു വാർണിംഗ് കൊടുത്തത്, നിങ്ങൾ 60 ദിവസത്തിനുള്ളിൽ ഒരു ന്യൂക്ലിയർ ഡീൽ നിങ്ങൾ സൈൻ ചെയ്യണമെന്ന്. അവർ ചെയ്തില്ല. 61-ാം ദിവസം ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തു. അതായത് ഒരു ദിവസം പോലും അവർ വെയിറ്റ് ചെയ്തില്ല. ഇനി വീണ്ടും എന്തെങ്കിലും ചർച്ച ചെയ്ത് ഇത് ഒരു സമാധാന രീതിയിലേക്ക് ഒരു പരിഹാരം കാണണ്ട എന്നുള്ള താല്പര്യം ഇസ്രായേലിനുണ്ട്. അത് അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇമീഡിയറ്റ്ലി അതിനെ സ്ട്രൈക്ക് ചെയ്തത്. ഈ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഡിസ്ട്രോയ് എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന് കംപ്ലീറ്റ് ആയിട്ട്. കാരണം അതിന്റെ ഒരു നോ ഹൗ അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇറാന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു ഡീഗ്രഡേഷൻ ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമായിരിക്കും ചെയ്തത്. കാരണം പല ന്യൂക്ലിയർ അവരുടെ പ്ലാന്റിന്റെ അണ്ടർഗ്രൗണ്ട് ആണ്. ഏകദേശം ചിലതൊക്കെ 50 മീറ്ററിനൊക്കെ താഴെയുള്ള ഒരു പ്ലാന്റ്സ് വരെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ഇപ്പോഴത്തെ ഇസ്രായേലിനെ വെച്ചിട്ടുള്ള ബോംബ്സ് ഒക്കെ വെച്ചൊന്നും അതൊന്നും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓവർഗ്രൗണ്ട് ആയിട്ടുള്ള ഫെസിലിറ്റീസിനൊക്കെ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വെച്ച് കുറച്ച് നാളത്തേക്ക് ബാക്കിലോട്ട് പോകാൻ അവർക്ക് പറ്റും. അതുപോലെ തന്നെ കുറച്ച് ന്യൂക്ലിയർ സയന്റിസ്റ്റ് അവരെയും അവർ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുപോലെ അതും ഈ ഒരു ഇറാനിന്റെ ന്യൂക്ലിയർ പ്ലാൻ കുറച്ച് വർഷത്തേക്ക്. ഞാൻ ഒരു കാര്യം ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഈ താങ്കൾ പറഞ്ഞതുപോലെ സർഫസിലുള്ള മുകൾ തട്ടിലുള്ള ഇത്തരം, അതായത് വളരെ പ്രിസിഷൻ അറ്റാക്കാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അണവായുധ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ, വ്യോമതാവളങ്ങൾ, ഇതൊക്കെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണത്തിൽ സിവിലിയന്മാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ 60 പേരുടെ മരണം വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം ഇസ്രായേലിനെ കൂടുതൽ പ്രതിസ്ഥാനത്ത് നിർത്തില്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് ഇസ്രായേലിൽ അതിനകത്ത് സിവിലിയൻ കാഷ്വാലിറ്റീസിനകത്ത് ഉത്തരം പറയേണ്ടി വരും. അതിനകത്ത് യാതൊരു സംശയമില്ല.
പക്ഷെ നമ്മുടെ മുന്നിൽ നോക്കൂ, ഇപ്പം ഗാസയിൽ തന്നെ ഇസ്രായേൽ ഏത് രീതിയിലാണ് അവരുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്ര താല്പര്യം നോക്കി അവർ മുന്നോട്ട് പോയി. ഏകദേശം 54,000 ആളുകളാണ് ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഗാസയിലും സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായെന്ന് പല കണക്കുകളും വരുന്നത്. അതിനകത്ത് എത്രമാത്രം ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല, പക്ഷെ ആ കണക്കുകളുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവര് എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ അവരെടുക്കുന്ന ഓപ്പറേഷൻസ്, അതിനകത്ത് അവർക്ക് എന്താണോ അവരുടെ ഉദ്ദേശം, ആ ഉദ്ദേശമാണ് അവരുടെ ഏറ്റവും വലിയ അവരുടെ ഒബ്ജക്റ്റീവ്. അത് നേടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യവും ചെയ്യും. അതിനകത്ത് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്താ പറഞ്ഞാൽ അതൊരു ഫാക്ടർ ആണെങ്കിൽ തന്നെ അത് അത്ര വലിയൊരു ഫാക്ടർ ആയിട്ട് കാണുന്നില്ല. കാരണം അവർക്ക് ഇപ്പൊ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ടാർഗറ്റ് ചെയ്യണം, മിലിറ്ററി ബേസിനെ ടാർഗറ്റ് ചെയ്യണം, ബാലിസ്റ്റിക് മിസൈൽ കോമ്പണൻസിനെ ടാർഗറ്റ് ചെയ്യണം. അപ്പൊ അത് അവർ ചെയ്യുന്നുണ്ട്. അതിൽ കൂടാതെ തന്നെ അതിൽ ചെയ്യുമ്പം സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു കോലാറ്ററൽ ഡാമേജ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇസ്രായേൽ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇറാന്റെ ഭാഗത്തു നിന്നും അവർ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഏകദേശം 3ഓളം സിവിലിയൻസ് അവിടെയും കാഷ്വാലിറ്റീസ് ഉണ്ടായി എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. അതും അവരുടെ ഒരു തിയറി, ഈ ഇറാൻ ഫയർ ചെയ്യുന്ന മിസൈൽസ് മനഃപൂർവ്വമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു, ഷോർട്ടാക്കി ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ആരോപണവും ഉണ്ട്. അപ്പൊ ഇത് യുദ്ധമാണ് ശ്രീ ഗോപി. അപ്പൊ രണ്ട് ഭാഗത്തും എല്ലാം വളരെ ജസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കത്തില്ല ചെയ്യുന്നത്. അവരവരുടെ താല്പര്യങ്ങൾ നോക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എല്ലാവരും ഭാരതീയ സൈന്യമോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയോ ഒന്നുമല്ലല്ലോ, അതാണ് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് നമ്മൾ മാത്രമാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ സാഹചര്യം വെച്ച് സിവിലിയൻ കാഷ്വാലിറ്റീസിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ നമ്മൾ ആ ഒരു ഏതൊരു യുദ്ധത്തിലും നമ്മൾ കണ്ടില്ല. ശരി, ശ്രീ എം ഷിനാസ്, ആഭ്യന്തരവും ബാഹ്യവുമായ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇറാൻ ഭരണകൂടം. അവിടെയാണ് മൊസാദ് അവിടെ തന്നെ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വ്യോമ പ്രതിരോധ ശൃംഖലയാകെ നശിപ്പിച്ച് ഈ ആക്രമണത്തിലേക്ക് ഒഴുക്കിയിരിക്കുന്നത്. ഇതിന് ഇസ്രായേൽ കാരണമായി പറയുന്നത് അണ്വായുധമാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിൽ ഇസ്രായേലിന് ഈ ആക്രമണത്തെ ലോകത്തിന് മുന്നിൽ ന്യായീകരിക്കാൻ കഴിയുമോ? ഇസ്രായേൽ കുറേ കാലമായി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, തങ്ങൾ ഇറാനിൽ നിന്ന് അസ്തിത്വ ഭീഷണി നേരിടുന്നു, ഇറാൻ അണ്വായുധ നിർമ്മാണത്തിൻ്റെ വക്കിലാണ് എന്ന് ഇന്നും ഇന്നലെയുമല്ല കുറച്ചു കാലമായി ഇസ്രായേൽ നാഴികക്ക് 40 വട്ടം പറഞ്ഞു പോരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആക്രമണം നടക്കുന്നത് നാളെ 6ാം ഘട്ട ചർച്ച അമേരിക്കയും ഇറാനും നടക്കാനിരിക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച തന്നെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഒരു ഗവേണിംഗ് ബോഡിയുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിലാണ് ഇറാൻ ഏതാണ്ട് 60% എൻറിച്ച്ഡായ യുറേനിയം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. അത് ഏതാണ്ട് 400 കിലോഗ്രാമോളം ഇറാൻ്റെ കൈവശമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു 10-15ഓളം ബോംബുകൾ, അണ്വായുധങ്ങൾ താമസം വിന അധികം സമയമെടുക്കാതെ ഇറാൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഈ നാളത്തെ ചർച്ചയിൽ ചിലപ്പോൾ ഒരു പീസ് ഡീൽ ഉണ്ടായേക്കാം. അങ്ങനത്തെ ഒരു പീസ് ഡീൽ ഉണ്ടാവരുത് എന്നും ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ ഇത് ഇസ്രായേൽ ചെയ്തത്, ഇപ്പോൾ ഇസ്രായേൽ ഒരു പ്രഖ്യാപിത ആണവ രാഷ്ട്രമല്ലെങ്കിലും ഇസ്രായേലിന് അണ്വായുധങ്ങൾ ഉണ്ട് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. അത് എത്ര എണ്ണമുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് പറഞ്ഞു കേട്ടത്. ഒരു 100-ലധികം നമ്മൾ വായിച്ചറിഞ്ഞത് 100-ലധികം അണ്വായുധങ്ങളെങ്കിലും അല്ലെങ്കിൽ 100ഓളമെങ്കിലും ഇസ്രായേലിൻ്റെ അടുത്തുണ്ട്. അതിൽ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് അടക്കം പെടുന്നു എന്നാണ്. അപ്പോൾ ഇറാനും അസ്തിത്വ ഭീഷണിയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ. അപ്പോൾ ഇറാൻ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ പോലും അവർക്ക് ഒരു മിലിറ്ററി ഒബ്ജക്റ്റീവ് ഉണ്ടാവും എന്നുള്ളത് കോമൺ സെൻസിക്കലി സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ഇന്നലെ നടത്തിയ കഴിഞ്ഞ ഒക്ടോബർ 1 ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഇറാനകത്ത് പ്രത്യേകിച്ച് ടെഹ്റാനിലും ചുറ്റുവട്ടത്തും മാത്രമല്ല ഇറാൻ്റെ മുക്കിലും മൂലയിലും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ്, ഇസ്രായേലിൻ്റെ ചാര ശൃംഖല
വലിയ തോതിൽ വല വിരിച്ചു എന്നുള്ളത് ഇന്നോ ഇന്നലെയോ അല്ല. ഇസ്മായിൽ ഹനിയ ഹമാസിൻ്റെ നേതാവ് രാഷ്ട്രാതിഥിയായി എന്ന് വെച്ചാൽ അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേകം ക്ഷണിതാവായി എത്തിയ നേതാവായിരുന്നു, ഹമാസിൻ്റെ നേതാവായിരുന്നു ഹനിയ. അദ്ദേഹം താമസിച്ചത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ സംരക്ഷണത്തിലുള്ള അതീവ സുരക്ഷാ കെട്ടിടത്തിലാണ്. അവിടെയാണ് നട്ടപ്പാതിരക്ക്, ആ മുറി മാത്രമാണ് അദ്ദേഹവും അംഗരക്ഷകനും നട്ടപ്പാതിരക്ക് അവിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. അതിനു മുമ്പ് ഇപ്പം 6ഓളം ഇറാനിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് 2020 ആണെന്ന് തോന്നുന്നു ഇറാൻ്റെ ഏറ്റവും പരമോന്നത ആണവ ശാസ്ത്രജ്ഞനായ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായ ഫക്രിസാദെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് കാറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ റിമോട്ട് കൺട്രോളായിട്ടുള്ള ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്ന ഭാര്യയ്ക്ക് പോലും ഒരു പോറലും ഏറ്റില്ല. അപ്പോൾ സുലൈമാനി റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ മുൻ തലവനായിരുന്നു. അദ്ദേഹത്തെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ഓപ്പറേഷനിൽ ഇറാഖിൽ വെച്ച് വധിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വധക്രമങ്ങൾ, ഈ രീതിയിലുള്ള ഓപ്പറേഷനുകൾ ഇസ്രായേൽ നടത്തി വരുന്നുണ്ട്. അത് കുറേ കാലമായി. അപ്പോൾ ഇറാനിൽ ഇത്രമേൽ മൊസാദിന് നുഴഞ്ഞു കയറാൻ പറ്റിയത് കൊണ്ടുകൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ്റെ സ്ട്രൈക്കിൻ്റെ ഒരു സ്വഭാവം നോക്കൂ. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ ആ ആക്രമണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ ലക്ഷ്യം വെച്ചത് സംയുക്ത സേനാ മേധാവിയെ വധിച്ചു. അതോടൊപ്പം തന്നെ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ കമാൻഡറെ സലാമിയെ വധിച്ചു. പിന്നെ ഇറാനിയൻ പരമോന്നത നേതാവിൻ്റെ മുൻ ഉപദേശകനെ വധിച്ചു. പിന്നെ ഇറാനിയൻ ആണവ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് ഇറാൻ്റെ മിസൈൽ ബാറ്ററീസ് തകർത്തു. ഇറാൻ്റെ ബാലിസ്റ്റിക് ലോഞ്ചിങ് പാഡിൽ ആക്രമണം നടത്തി. അതും കഴിഞ്ഞിട്ടാണ് നഥാൻസ് പോലുള്ള ആണവ സമ്പുഷ്ടീകരണ ആണവായുധ കേന്ദ്രങ്ങളെ, ന്യൂക്ലിയർ പ്ലാന്റ്സിനെ ആക്രമിക്കുന്നത്. അപ്പോൾ നഥാൻസ് ലോകം മുഴുവൻ അറിയാം, നഥാൻസ് ആണ്. പക്ഷേ ഇറാനിൽ വായിക്കുന്നവർക്കൊക്കെ അറിയാം, ഇറാനിൽ മാത്രമല്ല ലോകത്ത് മറ്റെല്ലായിടങ്ങളിലും ഒരു നഥാൻസ് മാത്രമല്ല, ഫർദോവ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സുരക്ഷയുള്ള മറ്റൊരു ആണവ കേന്ദ്രമുണ്ട്. കൂടാതെ മറ്റ് കേന്ദ്രങ്ങളുമുണ്ട്, വികേന്ദ്രീകൃതമാണത്. ഈ 400 ഗ്രാം ഈ സമ്പുഷ്ടമായിട്ടുള്ള യുറേനിയം, ഈ വെപ്പൺ ഗ്രേഡ് ആക്കാൻ പറ്റുന്ന യുറേനിയം തന്നെ ഇന്നത്തെ ഒരു BBC ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് വളരെ രഹസ്യ സ്വഭാവമുള്ള വളരെ ആഴത്തിലുള്ള മൈനുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാന് ഇതിൻ്റെ നോ ഹൗ, എക്സ്പെർട്ടൈസ്, അതുപോലെ തന്നെ ഈ 400 ഗ്രാമാണ്, ഒരു അര ടൺ വരുന്ന ഈ സാധനം ഇറാന് ഒളിപ്പിക്കാൻ നഥാൻസ് വേണമെന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ആത്യന്തിക അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഇറാനെ സമ്പൂർണ്ണമായി ആണവ പദ്ധതി വിമുക്തമാക്കുക എന്ന ലക്ഷ്യം അങ്ങനെ നേടാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഈ രീതിയിലാണ് ആക്രമണങ്ങൾ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ കണ്ടു ഇസ്രായേലിൻ്റെ ടെൽ അവീവ്, ജെറൂസലേം. ഇപ്പോൾ ടെൽ അവീവ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ മർമ്മമാണ്, തലസ്ഥാനമാണ്. അവിടെ ഒരുപാട് മിസൈലുകൾ വിട്ടയച്ചിട്ടുണ്ടാവാം, എന്നാലും അവിടെയും മിസൈൽ പതിച്ചു. ഇറാൻ്റെ ജെറൂസലേമിൽ പതിച്ചു. അപ്പം ബഹുപാളികളുള്ള മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ട് ഇസ്രായേലിന്. അയൺ ഡോം, ആരോ 2, ആരോ 3. അതിനു പുറമെ ട്രംപ് 2ാം വട്ടം പ്രസിഡന്റ് ആയപ്പോൾ മേഖലാ സുരക്ഷയ്ക്കും ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വിശേഷിച്ചുമായി താടെന്ന വളരെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം കൂടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ മറികടന്നാണ് ഇസ്രായേലിൻ്റെ ഇറാൻ്റെ ഈ മിസൈലുകൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ യുദ്ധം, ഇതിൻ്റെ വേസ്റ്റ് കേസ് ഷെനാരിയോ, ഏറ്റവും രൂക്ഷതരമായ ഷെനാരിയോ എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അമേരിക്കയെ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യണം, വലിച്ചിഴക്കണം. അപ്പോൾ അമേരിക്കയുടെ ആസ്ഥാനങ്ങൾ, സൈനിക താവളങ്ങൾ, എയർബേസസ് ഒക്കെ ആ ഗൾഫ് മേഖലയിലുണ്ട്.
ഇറാഖിലുണ്ട്, മറ്റ് UAE-യിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ ഇറാൻ ഏറ്റവും ആഗ്രഹിക്കാത്തതും അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നു വരരുത് എന്നാണ്. അപ്പോൾ അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ, വലിച്ചിഴക്കാൻ ഇസ്രായേൽ ശ്രമിച്ചേക്കും. രണ്ടാമത്തെ വേഴ്സ്റ്റ് കേസ് ഷെനാരിയോ എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് റീജിയൻസിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെട്ടേക്കാം. കാരണം 2019 സൗദിയിലെ ഒരു പ്രധാന എണ്ണപ്പാടത്തിൽ നടന്ന ആക്രമണം ഇറാനാണ് അതിന് പിന്നിലെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. ഇതുവരെ ഒരു ആക്രമണം നടന്നിരുന്നു. 2022 UAE-യിൽ ഹൂത്തികൾ, ഇറാൻ്റെ പ്രോക്സികൾ ആക്രമണം നടത്തിയിരുന്നു. പിന്നീട് അവർ തമ്മിലൊക്കെ ചർച്ച ചെയ്ത് അനുരഞ്ജനത്തിൽ ഏർപ്പെട്ടു, അനുരഞ്ജനമുണ്ടായി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സൗദി അറേബ്യയും UAE-യും അതുപോലെ ഈ ഗൾഫ് അറബ് രാജ്യങ്ങൾ പൊതുവെ ഇറാനെയും ഇസ്രായേലിനെയും ഇഷ്ടപ്പെടുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാരണങ്ങളാണ്. പക്ഷേ ഈ യുദ്ധം ഈ സംഘർഷം കൂടുതൽ എസ്കലേറ്റ് ചെയ്ത് ഗൾഫ് മേഖലയിലേക്ക് വ്യാപിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എவ்விதമായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തെ അതിശക്തമായി അല്ലെങ്കിൽ ശക്തമായി തന്നെ അപലപിക്കാൻ ഈ അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. മറ്റൊരു വേഴ്സ്റ്റ് കേസ് ഷെനാരിയോ എന്ന് പറയുന്നത് നെതന്യാഹു ഇന്നലെ പറഞ്ഞത് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മാത്രം ഇല്ലാതാക്കുകയല്ല, ഇറാനിൽ ഒരു റെജിം ചേഞ്ച്, ഭരണമാറ്റം വേണമെന്നല്ല പറഞ്ഞത്. ഇറാനിലെ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ തിന്മയുടെ വാഴ്ചക്കെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചേരൂ, ഇതാണ് പറ്റിയ സമയം. പക്ഷേ ഇറാനിൽ അത്തരം ഒരു മൂവ്മെൻ്റ് ഇല്ല. 2022 ഫ്രീഡം ഫോർ വിമൻ എന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, ലോകമാകെ ശ്രദ്ധിച്ച മൂവ്മെൻ്റാണ്. ഇറാനിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമ്മൾക്ക് അന്ന് പ്രതിപക്ഷത്തിൻ്റെ ഒരു കൂട്ടായ്മയൊക്കെ ഏതൊക്കെയോ തരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും തെളിഞ്ഞു വന്നില്ല. പിന്നെ ഷായുടെ 1979 പുറത്താക്കപ്പെട്ട ഭരണാധികാരിയുടെ മകൻ റസാ പഹ്ലവിയുണ്ട്. അദ്ദേഹത്തിനൊന്നും ഇറാനിൽ അത്ര വലിയ പിന്തുണയില്ല. പിന്നെ ഇറാനിലെ താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ ഒരു രത്നച്ചുരുക്കം, ഇത് ഈ ആക്രമണം ഒരുപക്ഷെ അതായത് ഗൾഫ് മേഖലകളിലേക്ക് വ്യാപിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അതിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് കൂടിയാണല്ലോ. ഞാൻ ഒരു നിമിഷം താങ്കളിലേക്ക് വരാം. ശ്രീ PJ വിൻസെന്റ്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം മറഞ്ഞു കിടക്കുന്നത്, ഇപ്പോൾ ഇറാൻ നിൽക്കുന്ന ഇറാന്റെ പൊസിഷനിൽ അവിടെ ഇത് ഇറാനിൽ അണ്വായുധങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് നിർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി ഇസ്രയേൽ കാണുന്നു. ഇസ്രയേൽ മാത്രമാണോ അങ്ങനെ ഒരു ആശങ്കയിൽ നിൽക്കുന്നത്, അതോ അറബ് മേഖലയിലെ മറ്റ് സുന്നി രാഷ്ട്രങ്ങളും ഇതേ ആശങ്കയിൽ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ ഇറാന് നൽകുന്ന മേൽ നടത്തുന്ന ഈ ആക്രമണത്തെ പുറത്തേക്ക് അപലപിച്ചാലും ഉള്ളിൽ അതിനെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സൗദി പോലെയുള്ള രാജ്യങ്ങൾ, സൗദി ഭരണകൂടം സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഇത്തരം രാഷ്ട്രങ്ങളിൽ നിന്നുണ്ടാകുമോ? അതല്ല അറബ് മേഖലയിൽ നിന്നൊന്നാകെ ഒരു പ്രതിരോധം ഇസ്രയേലിനെതിരെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതിനോടൊപ്പം ഒരു കാര്യം കൂടി, ഈ യുദ്ധം നിലനിൽപ്പിൻ്റേത് മാത്രമല്ല ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്ന് നെതന്യാഹു പറയുന്നു. അതായത് ഇറാൻ ഭരണകൂടത്തിനെതിരായി ആഭ്യന്തരമായി നിലനിൽക്കുന്ന അസ്വസ്ഥതകളെ കൂടി ഈ യുദ്ധത്തിനുള്ള കാരണമാക്കി മാറ്റാൻ നെതന്യാഹു ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെജീം ചേഞ്ച് എന്ന് പറയുന്ന ഭരണകൂട മാറ്റം എന്നത് സാധ്യമാകുന്ന ഒന്നാണോ? പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടുത്തെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന് എതിരായി ഇറാൻ്റെ പിന്നിൽ അണിനിരക്കാനുള്ള സാധ്യത കുറവാണ്. തുർക്കിയും ഖത്തറും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിച്ചു എങ്കിലും ഏതെങ്കിലും തരത്തിൽ തന്ത്രപരമായി ഈ ഇറാനെ സഹായിക്കുകയോ ഈ സംഘർഷത്തിൽ ഇടപെടാനുള്ള സാധ്യത തുലവും വിരളമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 1979 മുതൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന അതിശക്തമായ ശീതയുദ്ധ സാഹചര്യമാണ്. അതിൽ ആയത്തുള്ള ഖൊമേനി
സാത്താൻ എന്ന് അമേരിക്കയെ വിളിക്കുകയും സ്റ്റൂജ് ഓഫ് സാത്താൻ, സാത്താൻ്റെ കിങ്കരൻ എന്ന് സൗദി ഭരണകൂടത്തെ വിളിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇതിന് തുടക്കമാകുന്നത്. അതുകൊണ്ട് സാത്താനെയും സാത്താൻ്റെ കിങ്കരനെയും ഉന്മൂലനം ചെയ്യേണ്ടത് എല്ലാ സത്യവിശ്വാസികളുടെയും കടമയാണ് എന്ന് ആയത്തുള്ള ഖൊമൈനി 1979 വിപ്ലവാനന്തരം പ്രഖ്യാപിച്ചതോടു കൂടിയാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അറബ് രാജ്യങ്ങൾ, വിശിഷ്യ സൗദി അറേബ്യയുമായിട്ടും ഇറാനുമായിട്ടുള്ള സംഘർഷം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഹൂത്തികളാണ്. ഹൂത്തികൾ സയദി ഷിയ ഇസ്ലാമിസ്റ്റ് മൂവ്മെൻ്റാണ്. അവർ പ്രവാചകൻ്റെ പരമ്പരയിൽപ്പെട്ട, പ്രവാചകൻ്റെ ട്രൈബിൽപ്പെട്ട ആളുകളാണ്. അവർ പക്ഷേ സുന്നികളല്ല, ഷിയാക്കളാണ്. അപ്പോൾ അവർക്കെതിരായിട്ട് സൗദി അറേബ്യയ്ക്ക് നടപടികൾ സ്വീകരിക്കാൻ ചില വൈഷമ്യങ്ങൾ വംശീയമായ കാരണങ്ങളാലുണ്ട്. ഹൂത്തികളാകട്ടെ യമനിൽ മാത്രമല്ല, സൗദി അറേബ്യയുടെ തെക്കൻ പ്രവിശ്യയായ ജിസാനിലും വലിയ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം ദശരാജയുദ്ധം സൗദി അറേബ്യയ്ക്ക് നടത്തേണ്ട സാഹചര്യം പോലും ഇറാൻ്റെ പ്രോക്സികൾ ഗൾഫ് മേഖലയിൽ നേടിയിട്ടുള്ള അസാമാന്യമായ സ്വാധീനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ 3 രാജ്യങ്ങൾ ആ ഷിയ സഖ്യത്തിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇറാനും ഇറാഖും അതുപോലെ സിറിയയുമാണ്. സിറിയ ഒരു ഷിയ ഭരണകൂടം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ 75% സുന്നികളുള്ള ഒരു രാഷ്ട്രമാണ്. അവിടെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടുകൂടി ഒരു സുന്നി ഭരണകൂടം അവിടെ സ്ഥാപിക്കപ്പെട്ടു. പക്ഷേ ഇറാഖ് ഇപ്പോഴും ഒരു പരിധി വരെ ഇറാൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന വലിയ മിലീഷ്യയുടെ പിന്തുണ, ഇറാഖ് കേന്ദ്രീകരിച്ചുള്ള മിലീഷ്യയുടെ പിന്തുണയും ഇറാനുണ്ട്. അവിടുത്തെ മുക്തദ അൽ സദറിസ്റ്റുകൾ എന്ന് പറയുന്ന മിലീഷ്യ, പഴയ മാഹ്ദി ആർമി, അതൊക്കെ പ്രോക്സി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹിസ്ബുള്ള ദുർബലമാക്കപ്പെട്ടുവെങ്കിലും ഇപ്പോഴും ശക്തമായ സാന്നിധ്യമാണ്. ഇത്തരം ഘടകങ്ങളെല്ലാം ആ മേഖലയിൽ ഇറാൻ്റെ സ്വാധീനത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇറാൻ ആണവായുധം നേടിയാൽ, ഇറാഖ് ആണവായുധം നേടിയാൽ അത് തങ്ങളുടെ നാശത്തിന് കാരണമാകും. തങ്ങൾക്ക് അണവായുധം കയ്യിൽ വയ്ക്കാം, ആരെയും ആക്രമിക്കാം, അത് അവരുടെ നിലനിൽപ്പിന് അസ്തിത്വ ഭീഷണി ആവില്ല എന്ന് കരുതുന്ന പാശ്ചാത്യ ഇസ്രായേൽ സഖ്യത്തിൻ്റെ ഒരു കപടനാട്യമാണ് യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടേണ്ടത്. ഇസ്രായേൽ ഈ സമീപനം 1981 തന്നെ തുടങ്ങിയതാണല്ലോ. 1981 ഓപ്പറേഷൻ ഓപ്പറ എന്ന പേരിൽ ഇറാഖിലെ ആണവ കേന്ദ്രമായ ഓസ്ര അവരാക്രമിച്ച് തകർക്കുന്നത്. അത് സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഇറാഖ് ആണവായുധം നേടുന്നത് ഇസ്രായേലിന് അസ്തിത്വ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ ഇറാൻ ആണവായുധ ശേഷി ആർജിക്കുന്നത് ഇസ്രായേലിന് അസ്തിത്വ ഭീഷണിയാകും എന്ന് പറയുന്നത്. പക്ഷേ ഈ വാദം യഥാർത്ഥത്തിൽ ഒരേ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇസ്രായേലിന് ആണവായുധമുണ്ടെങ്കിൽ അത് ഇറാനെതിരെ പ്രയോഗിച്ചാൽ സമാനമായിട്ടുള്ള ഒരു ആൾനാശവും വസ്തുനാശവും ഒക്കെ ഇറാനിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഒരു ലോജിക്ക് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കാര്യത്തിൽ ബാലൻസ്ഡായിട്ട് ഇടപെടാൻ സാധിക്കുന്നത് അവരുടെ സഖ്യശക്തിയായിട്ടുള്ള റഷ്യയും ഒരു പരിധിവരെ ചൈനയും ഈ സംഘർഷത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. റഷ്യക്ക് ഇടപെടൽ ശേഷി ഇല്ല, അവർ യുക്രൈൻ സംഘർഷത്തിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ചൈനയാവട്ടെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സൈനികമായിട്ടോ തന്ത്രപരമായോ ഇടപെടാതെ സമാധാനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ചർച്ചയിലേക്ക് മടങ്ങി വരണം എന്ന വളരെ പൊതുവൽക്കരിച്ച സമീപനത്തിലേക്ക് അപ്പുറത്തേക്ക് നീങ്ങുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ സംഘർഷം നേരിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷമായിട്ട് വളരും. അതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ ഒരു സംഘർഷം അവിടെ രൂപപ്പെടാൻ സാധ്യതയില്ല. അതേസമയം ഇപ്പോഴും ഇറാൻ്റെ പ്രോക്സികൾക്ക് പശ്ചിമേഷ്യയിൽ നിർണായകമായ സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് ഈ സംഘർഷം കൂടുതൽ കാലം നിലനിൽക്കാനാണ് സാധ്യത. നേരിട്ടുള്ള ആക്രമണം മിസൈൽ പ്രയോഗത്തിലും അതുപോലെ ഡ്രോൺ ആക്രമണത്തിലൊക്കെ ആയിട്ട് പരിമിതപ്പെട്ടേക്കാം. പക്ഷേ ഇറാൻ അതിൻ്റെ പ്രോക്സികളെ ഉപയോഗിച്ച് ഈ മേഖലയിൽ നിരന്തരമായി ആക്രമണം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ഗൾഫ് കടൽ എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ മേഖലയാണ്. അതിൻ്റെ കൊമേഴ്ഷ്യലായിട്ടുള്ള, അതിൻ്റെ വ്യാപാര വാണിജ്യ
അതിൻ്റെ പൊട്ടൻഷ്യൽ അപാരമാണ്. അപ്പോൾ ആ മേഖല നിരന്തരമായി സംഘർഷഭൂമിയാവുന്നത് അവിടെ നിന്നുള്ള എണ്ണയുടെ സുഗമമായ വിതരണത്തിന് ഒരു ഭീഷണിയായി മാറും. രണ്ടാമത്തത് ചെങ്കടൽ മേഖലയാണ്. ചെങ്കടൽ മേഖലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതയാണ്. 40% വ്യാപാര വസ്തുക്കൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. അവിടെ ഹൂത്തികളുടെ നിരന്തരമായ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രായേലും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കൊന്നും കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ വരുമ്പോൾ ചെങ്കടൽ മേഖല, ഗൾഫ് കടൽ, ഈ രണ്ട് സുപ്രധാനമായിട്ടുള്ള കടല്, ആ മേഖല തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇത് രണ്ടും നിരന്തര സംഘർഷ മേഖലയായി മാറും. ഇതിനുള്ള ഏക പരിഹാരം ഇറാനിൽ ഒരു റെഷീം ചേഞ്ച് ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യം അതുതന്നെയാണ്. ഇറാനിൽ നിലവിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. അതിലെ ആഭ്യന്തര സംഘർഷങ്ങൾ നേരത്തെ ഷിനാസ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ടെഹ്റാൻ വസന്തം എന്നൊക്കെ പറയുന്ന അവിടുത്തെ മധ്യവർഗക്കാരും അക്കാദമീഷ്യൻസും ഒക്കെ ചേർന്ന് പൗരാവകാശങ്ങൾക്ക് വേണ്ടി, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ വലിയ സമരങ്ങളൊക്കെ നടന്നുവെങ്കിലും അതൊന്നും ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുന്ന മാനങ്ങളിലേക്ക് വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് കാണാം. അത് ഒരു ഇസ്ലാമിക ഷിയ ഭരണകൂടം അവർ പശ്ചിമേഷ്യയിലാകെ ഇസ്ലാമിക വിപ്ലവം കയറ്റി അയക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ മേഖലയിലെല്ലാം ഇത്രയധികം പ്രോക്സികൾ ഉണ്ടാവുന്നത്. ഹിസ്ബുള്ളയും ഹൂത്തിയും റെസിസ്റ്റൻസ് ഫ്രണ്ടും മാത്രമല്ല, വളരെ ചെറിയ നിരവധി സംഘങ്ങൾ ഈ മേഖലയിലൊക്കെ സജീവമാണ്. അപ്പോൾ ഇറാൻ ഉയർത്തുന്ന ഈ വെല്ലുവിളിയെ അതിജീവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഭരണകൂട മാറ്റമുണ്ടാകണം. അമേരിക്ക ഇതപര്യന്തം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആത്യന്തികമായി ഇറാന്റെ ഈ ആണവ നിലയങ്ങൾ തകർക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണമാറ്റത്തിലേക്കായിരിക്കും അമേരിക്ക, ഇസ്രായേൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകം ലക്ഷ്യം വെക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ശ്രീ PJ വിൻസെന്റ് പറഞ്ഞതുപോലെ ഇതൊരു ഇസ്രായേൽ ഇറാൻ ആക്രമണം, പ്രത്യാക്രമണം എന്ന നിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാറും എന്ന നിരീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ ചൈനയാണെങ്കിലും അല്ലെങ്കിൽ റഷ്യ ആണെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ റഷ്യക്ക് ഇടപെടാൻ കഴിയാതെ നിൽക്കുന്നു. ചൈന തന്ത്രപരമായ ഒരു മൗനത്തിലേക്ക് മാറുന്നു. പാകിസ്ഥാൻ തുറന്ന ഒരു പിന്തുണ ഇറാന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഈ യുദ്ധത്തിന്റെ ഭാഗമായി പിന്തുണച്ച രംഗത്തുണ്ടാകണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു സിനാരിയോയിൽ ഇത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിൽ പരിമിതപ്പെട്ടു പോകാൻ തന്നെയാണോ വരും മണിക്കൂറുകളിലും സാധ്യത? അതല്ല ഇത് കൂടുതൽ ആൾനാശത്തിലേക്കും കൂടുതൽ സിവിലിയൻസിലേക്കും ഈ പ്രദേശങ്ങളിലേക്കുമൊക്കെ ഈ ആക്രമണം കടന്നു പോവുകയാണെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങൾക്കും ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങൾക്കും മിണ്ടാതിരിക്കുക എന്നത് സാധ്യമാകുമോ? ശ്രീ ഗോപികൃഷ്ണൻ, അന്താരാഷ്ട്ര ഭൗമ രാഷ്ട്രീയത്തിൻ്റെ നിലവിലെ ഒരു രീതി ശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമാകട്ടെ, റഷ്യ ഉക്രൈൻ സംഘർഷമാകട്ടെ, ഇസ്രായേൽ ഹമാസ് സംഘർഷമാകട്ടെ, ഒന്നും തന്നെ കാര്യമായ സ്പിൽ ഓവർ ഇഫക്റ്റ് ഉണ്ടായിട്ടില്ല. ഇവിടെ ശ്രീ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചത് ഇത് സ്പിൽ ഓവർ ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഇടപെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമോ എന്നതാണ്. ഇപ്പം ആ ലോകരാഷ്ട്രീയം മാറി. ഈ കോൾഡ് വാർ സമയത്തുണ്ടായിരുന്ന ആ ഒരു രീതിശാസ്ത്രമല്ല ഇപ്പോഴത്തെ ലോകത്തിൻ്റെ രീതിശാസ്ത്രം. എല്ലാ രാജ്യങ്ങളും സ്മാർട്ടായി മാറിയിരിക്കുന്നു. അവരുടെ ദേശീയ പ്രയോറിറ്റീസിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളുടെ യുദ്ധത്തിൽ അനാവശ്യമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രിഞ്ച് പ്ലെയറായി ഇടപെടുന്ന ഒരു മനോഭാവത്തിൽ നിന്നും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ മാറി നിൽക്കുന്നു. ഇനി പ്രത്യയശാസ്ത്രപരമായി ഇറാനോടൊപ്പം നിൽക്കേണ്ട അല്ലെങ്കിൽ ആശയപരമായി സിവിലൈസേഷനിൽ ഇറാനോടൊപ്പം നിൽക്കേണ്ട രാജ്യങ്ങൾ അത് അറബ് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ചും ഇസ്ലാമിക രാജ്യങ്ങൾ, ചുറ്റുപാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ. നേരത്തെ സഹ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ തന്നെയാണ്. കാലാകാലങ്ങളിൽ ഈ ഇറാൻ എടുത്ത ചില നിലപാടുകൾ അവസരവാദപരമായിരുന്നു. പ്രത്യേകിച്ച് ഇസ്രയേലിനോട് അറബ് രാജ്യങ്ങൾ മുട്ടം വിട്ട് നിന്നപ്പോൾ, 67 യുദ്ധം വരെയുള്ള കാലഘട്ടത്തിൽ നിരന്തരമായി പോരടിച്ചു നിന്നപ്പോൾ ഇറാൻ ഇസ്രയേലിനോട് സൗഹൃദം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ഇറാന്റെ DNA അറബ് രാജ്യങ്ങൾ, അറബി സുന്നി രാജ്യങ്ങൾ വിശ്വസിക്കുന്നില്ല പൂർണ്ണമായി എന്നതാണ് സത്യം. അത് മാത്രമല്ല, ഇറാനെ സ്വാഭാവികമായി സഹായിക്കേണ്ട
മറ്റൊരു രാജ്യമാണ് റഷ്യ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു, റഷ്യക്ക് ആവശ്യത്തിലധികം ആഭ്യന്തരമായ വിഷയങ്ങളുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ എൻടാങ്കിൾഡ് ആണ് റഷ്യ. പക്ഷേ ഇറാൻ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ റഷ്യക്ക് ഡ്രോണുകൾ ഉൾപ്പെടെ നൽകി സഹായിച്ചതാണ് എന്നത് മറക്കാനാവില്ല. പക്ഷെ റഷ്യക്ക് ഇപ്പോൾ ഇറാന്റെ സഹായത്തിന് സൈനികമായി നേരിട്ടെത്താനുള്ള ഒരു ആരോഗ്യസ്ഥിതിയില്ല. മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യം റഷ്യയിലുമില്ല. പിന്നെ അവശേഷിക്കുന്ന ഇറാന്റെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് നമുക്കറിയാമല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷം ഘനീഭവിച്ച് നിന്നപ്പോൾ 4 ദിവസങ്ങൾ, 7-ാം തീയതി തുടങ്ങി 10-ാം തീയതി അവസാനിച്ച മെയ് 7-ന് തുടങ്ങി 10-ന് അവസാനിച്ച ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന കാര്യമായ പ്രസ്താവനകൾ പോലും നടത്താതെ മാറി നിന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചൈനയുടെ അനുഗ്രഹാശത്തുകൾ പാകിസ്ഥാനാണ്. തീർച്ചയായും ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. എങ്കിൽ പോലും സംയമനം പാലിച്ച് മാറി നിൽക്കുന്ന ഒരു പ്രായോഗിക നിലപാട് ചൈനയും സ്വീകരിച്ചു. അപ്പൊ ഇറാൻ യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു നിലയിലാണ്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ആംസ് അല്ലെങ്കിൽ ഇറാന്റെ ടെന്റക്കിൾസ്, ഇറാൻ കാലാകാലങ്ങളിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നട്ട് നനച്ച് വളർത്തിയ ഇറാന്റെ പ്രോക്സികൾ, ഹൂതികൾ, യമനിലെ ഹൂതികൾ, ലെബനനിലെ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് എന്ന സായുധ സംഘടന, ഇതെല്ലാം തന്നെ ഇപ്പോൾ താരതമ്യേന ദുർബലമാണെന്ന് പറയാം. താരതമ്യേന മാത്രമേ ദ ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്. പക്ഷെ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇസ്രയേലിനെ നേരിടുക എന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൃത്യമായ സൂചനകളാണ് വരുന്നത്. ഇസ്രയേൽ ഇത് അനുകൂലമായ സാഹചര്യത്തിൽ ഇറാൻ ഈ സമീപ ഭൂതകാലത്തെ ഏറ്റവും ദുർബലമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇറാന് ഒരു ന്യായീകരണമുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് നിലനിർത്തണമെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ കിട്ടാതെ ഇരുന്നാൽ ആഭ്യന്തരമായി ഒരു ഡിറ്ററന്റ് ഉണ്ടാകണം. There is nothing bigger than the nuclear deterrence, ശ്രീ ഗോപികൃഷ്ണൻ. ആണവ പ്രതിരോധമാണ്, ആണവ ഡിറ്ററന്റ് ആണ് ഏറ്റവും മികച്ച ഡിറ്ററന്റ് എന്ന് അറിയാനുള്ള ബുദ്ധി ഇറാനുണ്ട്. അതുകൊണ്ടാണ് ആണവ സമ്പുഷ്ടീകരണത്തിന് ലോകം കണ്ണുരുട്ടുമ്പോഴും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി കണ്ണുരുട്ടുമ്പോഴും ആണവ സമ്പുഷ്ടീകരണവുമായി ഇറാൻ മുന്നോട്ട് പോയതിന്റെ പ്രധാന കാരണം അതാണ്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അമേരിക്ക സാമഭേദം ദണ്ഡം എന്നൊക്കെയാണല്ലോ പ്രമാണങ്ങൾ. അതുകൊണ്ട് ഒരു നിരപ്പിൽ പോകാം, ഒരു തരം ഡിപ്ലോമാറ്റിക് മെനുവറാണ്. ട്രംപ് നേരിട്ട് ഖൊമേനിയെ അപ്രോച്ച് ചെയ്യുകയായിരുന്നു, അങ്ങോട്ടാണ്, അല്ലാതെ ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടതല്ല. നമ്മൾക്ക് താൻ തന്നെ നിർത്തിവെച്ച ആണവ ചർച്ചകൾ 2018 ട്രംപ് തന്നെ ആണവ കരാറിൽ നിന്നും പുറത്തുപോയി, ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പുറത്തുപോയി. വീണ്ടും ഒരിക്കൽ കൂടി ആണവ കരാർ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാം. അപ്പോൾ ഇറാൻ അത് ഭാഗികമായി മാത്രമേ അമേരിക്കയുടെ നീക്കത്തെ വിശ്വസിച്ചുള്ളൂ. വളരെ സ്കെപ്റ്റിക്കലായിട്ട് തന്നെയാണ്. പക്ഷേ ഇറാന്റെ പ്രയോറിറ്റീസ് വളരെ വ്യക്തമാക്കി. ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല. അത് പല ആവർത്തി ഇറാന്റെ പരമോന്നത നേതൃത്വം അയത്തുള്ള അലി ഖൊമൈനി നേരിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ ആണവ ആയുധം ഉണ്ടാക്കുന്നതിൽ നിന്നും സമ്പുഷ്ടീകരിച്ച് 60% നിന്നും 90%-ലേക്ക് സമ്പുഷ്ടീകരണം, യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിയതിനു ശേഷം ആണവായുധങ്ങൾ ഞങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വാക്കാൽ പറഞ്ഞു വെച്ചു. പക്ഷെ ഇങ്ങനെ പറയുന്നതിനോട് ഇസ്രയേലിനും യോജിക്കാനാവില്ല, അമേരിക്കയ്ക്കും യോജിക്കാനാവില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഉണ്ടാക്കുക എന്നതല്ലാതെ ഇറാന് ഊർജ ഉപാധികൾ ആണവ മാർഗത്തിൽ തേടേണ്ട ഗതികേടില്ല. കാരണം ആവശ്യത്തിലധികം ഹൈഡ്രോ കാർബൺ നിക്ഷേപമുള്ള പ്രകൃതിവാതകമാകട്ടെ ക്രൂഡ് ഓയിൽ ആകട്ടെ ഉള്ള രാജ്യമാണ് ഇറാൻ. അപ്പൊ തീർച്ചയായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി തീർച്ചയായും ആണവ ഇന്ധനം സമ്പുഷ്ടീകരിക്കേണ്ട ആവശ്യമില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ എന്ന വിപത്തിനെ ഇനി വേണ്ടി വന്നാൽ ആത്യന്തികമായി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് പോലും വിഘാതമാകുന്ന രീതിയിൽ വലിയൊരു ശക്തിയായി, ആണവ ശക്തിയായി, യഥാർത്ഥ മിലിറ്ററി പവറായി വളർന്നു വരാനുള്ള തയ്യാറെടുപ്പുകൾ. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ മിസൈൽ പ്രോഗ്രാം, വളരെ അംബീഷ്യസ് മിസൈൽ പ്രോഗ്രാമാണ് ഇറാനുള്ളത്. പല സീരീസിലുള്ള മിസൈലുകളാണ്.
ആ മിസൈലുകളുടെ ഒരു വിന്യാസം അത് വലിയ ഭീതിതമായ രീതിയിലുള്ള ഒരു ബിൽഡപ്പാണ്. അത് അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിൽ പല ആവർത്തി ഫ്ലെക്സിംഗ് മസിൽസ് എന്ന രൂപത്തിൽ അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന്, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ശ്രീ ഗോപികൃഷ്ണൻ, അമേരിക്കയുടെ മൗന സമ്മതം ഇസ്രായേൽ ഉണ്ടായിരുന്നു. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ആഞ്ഞടിക്കുന്ന കാഴ്ച കണ്ടു. അതിന് അത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഈ നീക്കമൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു, അമേരിക്കയ്ക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അമേരിക്കയുടെ ഒരു മൗനസമ്മതം പിന്തുണയുമുണ്ട്. പക്ഷേ നേരിട്ട് രംഗത്തിറങ്ങാൻ അമേരിക്ക താല്പര്യപ്പെടുന്നുമില്ല. അതാണ് ഇസ്രായേലിന്റെ ആഗ്രഹമെങ്കിലും. ശ്രീ എം ഷിനാസ്, മറ്റു അതിഥികളോടും എനിക്കറിയാം ഈ ചർച്ചയിൽ കാര്യങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കണമെന്ന് പറയുന്നത് ഒരു അനൗചിത്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ നിലയ്ക്ക് പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കണം. ശ്രീ എം ഷിനാസ്, ചുരുങ്ങിയ വാക്കുകളിൽ എന്താകും താങ്കളുടെ നോട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധസമാനമായ ഈ സാഹചര്യത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഭാവി, അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? ഈ സംഘർഷത്തിൽ ഇറാന് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഉള്ളത്, വീണ്ടും ആണവ ചർച്ചയിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. പക്ഷേ ഇറാൻ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി ആണവ ചർച്ചകൾ സാധ്യമല്ല, അതിന് ഞങ്ങളില്ല എന്ന്. രണ്ടാമത്തെ ഇറാന് മുമ്പിലുള്ള ഓപ്ഷൻ ഈ ആക്രമണവും പ്രത്യാക്രമണവും അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, ഇറാൻ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ പ്രത്യാക്രമിക്കും. മാത്രമല്ല, ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇനിയും ആക്രമിച്ചാൽ ഞങ്ങൾ ടെഹ്റാൻ കത്തിച്ചാമ്പലാക്കുമെന്നൊക്കെയാണ്. അപ്പോൾ ആക്രമണവും പ്രത്യാക്രമണവും അങ്ങനെ തുടർന്നാൽ ഇറാന് ഇസ്രായേലിൽ ആ രീതിയിൽ ഹാർഡായിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് വെച്ചാൽ ഇറാനിൽ ഇസ്രായേൽ ഏൽപ്പിച്ചതുപോലുള്ള പ്രഹരം ഇറാന് ഇസ്രായേലിൽ ഏൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഗൾഫിലെ സോഫ്റ്റായുള്ള ടാർഗറ്റ്സ് ഉണ്ട്, അമേരിക്കൻ എയർബേസസ് ഉണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാഖി ഷിയ മിലിഷ്യ പോലുള്ള പ്രോക്സികൾ ഉപയോഗിച്ച് ഹൂത്തികൾ ഇപ്പോഴും അവർ പരീക്ഷണരാണ്, എന്നാൽ പോലും ഹമാസിനെ പോലെയോ ഹിസ്ബുല്ലയെ പോലെയോ അത്ര പരീക്ഷണരല്ല. അങ്ങനെയൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാമെങ്കിലും ആത്യന്തികമായി ഇറാന് ഗൾഫ് രാജ്യങ്ങളുടെ ഇങ്ങനെയുള്ള പിന്തുണ, ഒരു ധാർമ്മികമായ പിന്തുണ ഇപ്പോൾ തൽക്കാലം ഒരു അടവ് നയം എന്നുള്ള നിലക്ക് കിട്ടുമെങ്കിലും ഒരു അതായത് ഇറാനോടുള്ള ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ്റെ പിതാവ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ആ സർപ്പത്തിൻ്റെ പത്തി വെട്ടിക്കളയണം എന്നാണ്. സർപ്പം ഏതാണ്? ഇറാനാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഭൗമരാഷ്ട്രീയ പരിതോവസ്ഥയിലാണ് ഇറാൻ നിൽക്കുന്നത്. അപ്പോൾ ഇറാനുള്ള ഈ ഓപ്ഷൻ ഇപ്പോൾ ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഡിഫീറ്റാണ്. ആക്രമണവും പ്രത്യാക്രമണവും തുടരുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തുടർന്നാൽ ഇസ്രായേലിന് ഏൽപ്പിക്കാനാവുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അധികം ക്ഷതം, നാശനഷ്ടങ്ങൾ ഉണ്ടാവുക ഇറാന് തന്നെയാണ്. അപ്പോൾ രണ്ട് ഓപ്ഷനും അത്ര സുഖകരമല്ല. ഇപ്പോൾ ഇറാൻ ഉയർത്താവുന്ന ഒരു പ്രശ്നം, ഇറാഖിൽ 1981 ആണവ കേന്ദ്രം ആക്രമിച്ചു, തകർത്തു. 2007 സിറിയയിൽ ആണവ കേന്ദ്രം എന്ന് സംശയിക്കപ്പെടുന്ന ഒന്ന് ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. ഇപ്പോൾ അതൊക്കെ ചെറിയ പ്രാഗ് രൂപത്തിലുള്ള ആണവ നിലയങ്ങളാണ്. അണ്വായുധ നിർമ്മാണത്തിലേക്ക് ഒക്കെ എത്തിപ്പെടാൻ കുറേ ദൂരം മുന്നോട്ട് പോകേണ്ട അവസ്ഥയിൽ ഉണ്ടായിരുന്ന നിലയങ്ങൾ. പക്ഷേ ഇറാൻ്റെ ഈ നതാൻസ് ഉൾപ്പെടെയുള്ള ഈ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് അങ്ങനെയല്ല. അത് വളരെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസാണ്. അപ്പോൾ ഒരു രാജ്യം, ഇപ്പോൾ തന്നെ ആണവ വികിരണമുണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്, ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. ഒരു രാജ്യം മറ്റൊരു പരമാധികാര രാജ്യത്തിൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമിക്കുന്നത് വാസ്തവത്തിൽ ആ രാജ്യത്തിനെതിരെയുള്ള അക്രമം മാത്രമല്ല, അത് ആ ഇറാനിയൻ ജനതക്കെതിരെ ഉള്ള അക്രമം മാത്രമല്ല, ആ മേഖല, ആ ഭൂമേഖലയുടെ
ജനങ്ങൾക്ക് എതിരെയുള്ള അക്രമം മാത്രമല്ല, മനുഷ്യരാശിക്കെതിരെയുള്ള അക്രമം കൂടിയാണ്. ഇപ്പോൾ നതാൻസിൽ അണ്വായുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ, അത് ശരിക്കും പൊട്ടിത്തെറിച്ചിരുന്നെങ്കിലോ, അവിടെ 10ഓ 15ഓ ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ അണ്വായുധങ്ങൾ നതാൻസിലോ മറ്റ് ആണവ കേന്ദ്രങ്ങളിലോ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് ആ അണ്വായുധങ്ങൾക്ക് അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ ആ മേഖലയിലാകെ പ്രശ്നങ്ങളുണ്ടാവില്ലേ? ശരി. അപ്പോൾ ഇസ്രായേൽ ചെയ്തത് നരാധമമായ നരമേധമാണ്. വാസ്തവത്തിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ആ ഒരു മനുഷ്യാവകാശ പ്രശ്നം ഉന്നയിച്ച് ലോകരാജ്യങ്ങളുടെ പിന്തുണ ആർജിച്ച് ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ സംഘർഷത്തിൽ നിന്ന് ഇറാൻ എങ്ങനെയെങ്കിലും തലയൂരിയില്ലെങ്കിൽ ഇസ്രായേലിനുള്ള പിന്തുണ അമേരിക്ക മാത്രമല്ല, പിന്നീട് നാറ്റോ രാജ്യങ്ങളും ഫ്രാൻസും, ഈ ഏറ്റവും ഒടുവിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ UAEയും സൗദി അറേബ്യയും ഇൻ്റലിജൻസ് പരമായി ഇസ്രായേലിനെ സഹായിച്ചിരുന്നു. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരു നില കൂടുതൽ താരതമ്യേന എത്രയോ സുരക്ഷിതമാണ്. ഏതായാലും ഈ നിലയ്ക്കായിരിക്കും കാര്യങ്ങൾ ഇനി മാറാൻ സാധ്യതയുള്ളത്. ഡോക്ടർ മോഹൻ വർഗീസ്, ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ ഒറ്റപ്പെട്ടതും ദുർബലവുമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണ്ടിവരുമോ ഇറാന് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ നേരിടാൻ? നിലവിൽ ശ്രീ ഗോപികൃഷ്ണൻ, ഇറാനും ഇസ്രയേലും ഇവിടെ രണ്ട് രാജ്യങ്ങൾക്കും പൂർണ്ണമായ വിജയം അവകാശപ്പെടാനാവില്ല. എത്ര കാലം ദീർഘമായി ആക്രമണം നീണ്ടുപോയാലും ശരി, ഏറിയൽ സുപ്രീമസിക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവർ അയൽ രാജ്യങ്ങളല്ല എന്നോർക്കണം. അതുകൊണ്ട് അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങൾ എന്ന നിലയിൽ കരസേനയ്ക്കും അതുപോലെ നാവികസേനയ്ക്കും യാതൊരു റോളും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഈ യുദ്ധത്തിൽ ആർക്കാണോ ആകാശങ്ങളിൽ മേധാവിത്വം, ഇത് ചരിത്രത്തിലേക്കുള്ള ഒരു പടവ് കൂടിയായിരിക്കും. അതുകൊണ്ട് ഭാവിയിൽ ഇനി വരാൻ സാധ്യതയുള്ള ഫർദർ അറ്റാക്കിനെ നള്ളിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായി എയർ സുപ്പീരിയോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന ഇസ്രയേലിന്റെ ഒരു ആഗ്രഹം ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുണ്ട്. രണ്ട്, ഇസ്രയേലിന്റെ ഒരു ലിമിറ്റഡ് പീരീഡ് ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് തീർച്ചയായും വളരെ നിർണായകവുമാണ്. ഇറാന്റെ ആണവ ഫെസിലിറ്റീസിനെ തൽക്കാലത്തേക്കെങ്കിലും നിർവീര്യമാക്കുക. ആത്യന്തികമായി നിർവീര്യമാക്കാനാവില്ല. കാരണം ആണവ സാങ്കേതിക വിദ്യ കൈവരിച്ച ഒരു രാജ്യത്തിന് സൈമുലേഷനിലൂടെ അത് കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ആണവ സ്ഫോടനം നടത്തി അത് തെളിയിക്കാനാവും. അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും ആണവ ഫെസിലിറ്റീസിനെ നിർവീര്യമാക്കുക. ഒരു 5 വർഷം 10 വർഷത്തേക്കെങ്കിലും ആണവ പദ്ധതിയിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിച്ചു നിർത്താൻ ഈ സീരീസ് ഓഫ് അറ്റാക്ക് ഉതകുമെങ്കിൽ നന്ന് എന്ന ഇസ്രായേലിന്റെ ആഗ്രഹമാണ് രണ്ടാമത്തേത്. അതല്ല എങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അമേരിക്കയുമായി മനസ്സില്ലാ മനസ്സോടെ അണ്ടർ ഡ്യൂറസ് ഇറാൻ ഒരു ഡീലിൽ ഏർപ്പെടുകയും ആണവ ഡീലിൽ ഏർപ്പെടുകയും അങ്ങനെ അമേരിക്കയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിക്കുന്നത് തീർച്ചയായിട്ടും ചിന്തിക്കാനാവാത്ത കാര്യമാണ്. പക്ഷേ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഇറാനും നൽകുന്ന ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ആണവ പദ്ധതിയിൽ നിന്നും തൽക്കാലത്തേക്ക് സമ്പുഷ്ടീകരണത്തിൽ നിന്നും തൽക്കാലത്തേക്ക് ഇറാൻ പിന്മാറുക എന്നതാണ് പിന്നത്തെ ഓപ്ഷൻ. ഇതൊന്നുമല്ല എങ്കിൽ മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് ഇസ്രായേലിനെതിരെ വെളിയേട്ടനായി അമേരിക്ക പറയുന്നു. ഇസ്രായേലിനോട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കർശനമായ ഉപാധികളോടുകൂടി ഇസ്രായേൽ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഒരു ചക്രത്തി പോരാട്ടം പോലെ തന്നെ ഇത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്നത് പോലെ തന്നെ ഇതും തുടരാനുള്ള സാധ്യതയാണുള്ളത്. അത് തുടർന്നാൽ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നതായിരിക്കും. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ, അതായത് ഇനിയിപ്പോൾ ഈ മുന്നിലുള്ള സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ ഇത് ആത്യന്തികമായി ഇത് ചെന്ന് എത്തിപ്പെടാൻ പോകുന്നത് എവിടെയായിരിക്കും എന്നതാണല്ലോ നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അതായത് ഇറാനിലെ ഒരു ഭരണമാറ്റം എന്നതിലേക്ക് ഇതുകൊണ്ട് ചെന്ന് എത്തിക്കാൻ ഇസ്രായേലിന് കഴിയുമോ? അത് തീർച്ചയായിട്ടും കഴിയില്ല. കാരണം നിലവിലുള്ള വിവരങ്ങൾ വെച്ച് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. അവർക്ക് ഇൻറ്റേർണൽ കൊഹറൻസ്, ആന്തരികമായ ഐക്യപ്പെടൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുമുണ്ട്. അതേസമയം വെസ്റ്റ് ഏഷ്യൻ സാഹചര്യത്തിൽ അവർ വലിയ രൂപത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തുർക്കിയും ഖത്തറും ഇറാനും ചേർന്ന് ഒരു ഐക്യപ്പെടൽ ഉണ്ടായിരുന്നു. ഈ 3 ശക്തികളും ഒരേപോലെ ഫലസ്തീനിയൻ വിമോചന പ്രസ്ഥാനത്തേക്ക് സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മെയ് 13 മുതൽ 16 വരെ 3 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി ട്രംപ് ഉണ്ടാക്കിയിട്ടുള്ള നയതന്ത്രപരമായ ഇടപെടലിൻ്റെ ഭാഗമായി ഇറാനെ ഈ സഖ്യത്തിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നത് നമ്മൾ കാണണം. ചുരുക്കം പറഞ്ഞാൽ തുർക്കി, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാല സുന്നി സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം അബ്രഹാമിക് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലും ഐക്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ബഹുതലങ്ങളിൽ
അവിടുത്തെ ശാക്തിക ബലാബലത്തെ നിർണായകമായി ഇറാന് എതിരെ സംഘടിപ്പിക്കാൻ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാവോ പറഞ്ഞതുപോലെ ശത്രു ശക്തമായിരിക്കുമ്പോൾ നിങ്ങൾ പിൻവാങ്ങുക എന്ന സമീപനമായിരിക്കും ഒരുപക്ഷെ കൂടുതൽ. ഏതായാലും നിങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ അതിർത്തികൾ പങ്കിടാത്ത രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നത് വ്യോമതലത്തിലെ ആധിപത്യത്തിലേക്കായിരിക്കും ആത്യന്തികമായി ചെന്നെത്താൻ പോകുന്നത്. പക്ഷേ അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ആ മേഖലയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് ഇസ്രായേൽ ഇറാൻ പോരാട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഏടായി മാറി നിൽക്കുന്നു. അവിടെ ഇനി എന്ത് സംഭവിക്കുമെന്നത് പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു ചാപ്റ്ററായി, ഒരു പാഠമായി മാറി നിന്നേക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു.